ശബരിമല സന്നിധാനത്തിന് മുകളിൽ ഹെലികോപ്റ്റർ പറന്ന സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. നടന്നത് അതീവ ഗൗരവതരമായ സംഭവമാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചു. കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ശ്രീകോവിലിന്റെ ഉൾപ്പെടെ ചിത്രം പകർത്തിയതായി സംശയമുണ്ട്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ വിവരങ്ങളുമായുണ്ട്. ഷിജോ, ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലൂടെ പറക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കോസ്റ്റ് ഗാർഡ് ഈ കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ പോലീസ് സംശയിക്കുന്നത്? ഇത് അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശബരിമലയും നിലയ്ക്കലും പമ്പയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം അതീവ സുരക്ഷാ മേഖലയാണ്. അപ്പോൾ ഈ പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് കോസ്റ്റ് ഗാർഡിന് എന്താണ് കാര്യം എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഒരു ചേതക്ക് ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലൂടെ, ശബരിമല ക്ഷേത്രത്തിന് തൊട്ട് മുകളിലൂടെ തന്നെ ഇത് പറന്നുയർന്നത്. ഇത് മറ്റ് സ്ഥലത്തുനിന്ന് വന്ന് പറന്ന് ഈ ശബരിമല സന്നിധാനത്തിന്റെ ക്ഷേത്രത്തിന് തൊട്ട് മുകളിലെത്തിയപ്പോൾ അവിടെ വെച്ച് വേഗത കുറച്ച് താഴ്ന്നു പറന്നു പോയി എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. ഈ സംഭവം അങ്ങേയറ്റം ഗൗരവതരമാണ് എന്നുള്ള കാര്യങ്ങൾ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ നിലവിൽ ഹൈക്കോടതി ഇക്കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാരണം ഇതുവരെ മുമ്പൊരിക്കലും സന്നിധാനത്തിന് മുകളിലൂടെയോ ശബരിമലയുടെ മറ്റ് വിവിധ പ്രദേശങ്ങളിലൂടെയോ അനുമതി തേടാതെ ഒരു സേനയുടെയും ഹെലികോപ്റ്റർ വ്യോമ നിരീക്ഷണം നടത്തിയിട്ടില്ല. പക്ഷേ ഇത് ഇത്തരത്തിൽ ഒരു അനുമതിയും തേടാതെ എന്തുകൊണ്ട് ഇങ്ങനെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ക്ഷേത്രത്തിന് തൊട്ട് മുകളിലൂടെ പറന്നുയർന്നു എന്നുള്ളതാണ് ആ ഒരു ആശങ്കയ്ക്കിടയാക്കുന്ന അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം. നിലവിൽ ഏതാണ്ട് ക്ഷേത്രത്തിന് 5 അടി ഉയരത്തിൽ മാത്രമാണ് ഈ ഹെലികോപ്റ്റർ പറന്നുയർന്നത്. വേഗത്തിലുമായിരുന്നില്ല, വളരെ സാവധാനം. അപ്പോൾ ഈ ഹെലികോപ്റ്ററിന്റെ അകത്ത് ഏതാണ്ട് 4 പേർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഹെലികോപ്റ്ററിന്റെ അകത്തുണ്ടായിരുന്ന ഒരാൾ ഈ ശബരിമല ക്ഷേത്രത്തിന്റെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തുന്നതും നമുക്ക് ഒരു ഭാഗികമായിട്ടെങ്കിലും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിലടക്കം വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ADGP S ശ്രീജിത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ അത്തരത്തിൽ ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ പറന്നു, എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് അവർ ഫോട്ടോ എടുത്തു, അതൊക്കെ കാര്യത്തിനകത്ത് കൂടുതൽ വ്യക്തത കൈവരണമെങ്കിൽ ഈ പറയുന്ന ADGP S ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കൂടി വരണം. നിലവിൽ എന്തായാലും സംഭവത്തിൽ പമ്പ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ഒരു തരത്തിലും ആരുടെയും അനുമതി വാങ്ങാതെയാണ് ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലൂടെ പറന്നത്. നിലവിൽ എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ കോസ്റ്റ് ഗാർഡിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇതിനകത്ത് മറ്റ് ഓപ്പറേഷന്റെ ഭാഗമായി ഹെലികോപ്റ്റർ സഞ്ചാരം നടത്തിയതല്ല എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. ഏതായാലും ഷിജോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ പറക്കാനിടയായ സാഹചര്യം സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസ് കേസെടുത്ത് ഈ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നു. കോസ്റ്റ് ഗാർഡിന്റെ ഒരു വിശദീകരണവും ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.